എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞതിന് മുമ്പ് ഞാൻ ഇതുപോലെ നട്ട വീഡിയോ കാണിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നട്ട അതിലൊരു ഡിഫക്റ്റ് എനിക്ക് സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ നട്ടിട്ട് ഈ പ്രാവശ്യം ഞാൻ ചട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്തു കഴിഞ്ഞപ്പോൾ അത് കമത്തി കഴിഞ്ഞപ്പോൾ അതിനടി മുഴുവൻ കുഴഞ്ഞൊരവസ്ഥയായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് വെള്ളം വാർന്നു പോകാൻ പറ്റാതെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. അപ്പം ഞാൻ അതിനൊരു പരിപാടി കണ്ടുപിടിച്ചു. അതിനുള്ള ബക്കറ്റിന് സുഷിര ഓട്ടയിട്ടിട്ട് അതിൽ ഓട്ട് കഷ്ണം വെച്ച് അടച്ചു വെച്ചു. ഇത് ഓട്ട് കഷ്ണം വെച്ച് അടയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മണ്ണ് കണ്ട് അഴുക്കൊക്കെ വന്ന് ഓട്ട അടഞ്ഞു പോകരുത്. അതിന് ആ ഓട്ട് കഷ്ണത്തിൻ്റെ അരിയിൽക്കൂടെ വെള്ളം വാർന്നു പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ വേര് പുറത്തേക്ക് പോകരുത്. അതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ ചട്ടിക്കകത്ത് ഓട്ട് കഷ്ണം വെച്ച് ഇപ്പോൾ കമ്പി പഠിപ്പിച്ചിട്ട് തുളയിട്ടാൽ മതി കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് മണലിട്ട് കൊടുത്തു. മണലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വാർന്നു പൊക്കോളൂ. ആ തീക്കടെ അടിയിലിങ്ങനെ വെള്ളം കെട്ടി നിൽക്കില്ല. ഈ ഇലയല്ലേ നമ്മൾ ആദ്യമേ നിറയ്ക്കുന്നത്, കരിയില നിറയ്ക്കുമ്പം അതിനകത്തേക്ക് വെള്ളം കെട്ടി നിന്നിട്ട് ആ കരിയില അവിടെ നിന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മണൽ ആദ്യമേ ഇട്ട് കൊടുത്തു. ഇതിൽ നമുക്ക് മണലിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ മണലിട്ട് കൊടുത്തു. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഈ 2 പറമ്പുകളുടെ അതിരുണ്ടല്ലോ, അവിടെ ഇങ്ങനെ തൊണ്ട് പോലെ ഉണ്ടാവും. അതിനകത്ത് വടിഞ്ഞു കൂടുന്ന മണൽ, ഒഴുകി വന്ന് കൂടുന്ന മണൽ ഞാൻ എടുത്ത് ശേഖരിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കരിയില ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം കരിയില കുത്തി നിറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് അമക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മണലിട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കോഴിവളം ഇട്ട് കൊടുക്കാം കേട്ടോ. കോഴിവളം കൊണ്ടുവന്ന് തീർന്നു പോയി. അന്നേരം കോഴിവളം ഇട്ട് കൊടുത്തു. ബ്രോയിലർ കോഴിയുടെ വളമാണ് കേട്ടോ. കുറച്ചുകൂടി പോയി എത്തുകൊണ്ടിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് തൈ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് കേട്ടോ. മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ ഞാനിങ്ങനെ തൈകൾ നട്ടു, അതേ കാണിച്ചത്. ഇത് കണ്ടോ, നിറയെ സുഷിരങ്ങൾ കണ്ടോ, അടിഭാഗത്തുമൊക്കെ സുഷിരമുണ്ട്, ഇതിൻ്റെ അടിയിലുമൊക്കെ സുഷിരമുണ്ട് കേട്ടോ. ഇത് ചുറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പോട്ടി മിക്സാണ് കേട്ടോ, നമ്മൾ സാധാരണ നിറയ്ക്കുന്ന പോട്ടി മിക്സ്. അത് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചുറ്റും ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, മണലിട്ട് കൊടുക്കുക, കരിയിലിട്ട് കൊടുക്കുക, അങ്ങനെ മുകളിൽ വരെ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതെ, ഇതുപോലെ ഇത് ഇച്ചിരി ഫില്ലാക്കാനുള്ള കേട്ടോ, ശരിക്കല്ല ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാം. അതെ, നമുക്ക് അടുത്ത തക്കാളി തൈ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് വഴുതനത്തൈയാണ്. അങ്ങനെ ഇതെല്ലാം നട്ടേക്കണം അങ്ങനെയാണ് കേട്ടോ. ഇത് ചെണ്ടുമല്ലിയുടെ വിത്തുകൾ മുളച്ച് വെക്കണം കേട്ടോ. ഞാൻ വെറുതെ പാകി നോക്കിയത്, ഇതിന് മുമ്പ് പാകിയപ്പോഴൊന്നും മുളച്ചുണ്ടായിരുന്നില്ല, വെറുതെ പാകി മുളച്ചാണ്. ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതെ, ഇത് മീനിൻ്റെ വേസ്റ്റാണ് കേട്ടോ. ഈ വേസ്റ്റൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാമേ. എന്നാൽ മീനിൻ്റെ വേസ്റ്റും സ്മെല്ലൊന്നും ഉണ്ടാവില്ല, കാരണം ഇതിന് മുകളിലേക്ക് നമ്മൾ ചാണകവും ഇതൊക്കെ ഇടുമല്ലേ, സ്മെല്ലൊന്നും വരില്ല. കരിയില ഫില്ലാക്കും. കുറേ കൂടെ കരിയില ഇട്ട് കൊടുക്കാം കേട്ടോ. കരിയില നല്ല ഇതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്മെല്ലും വരില്ല. നമുക്ക് നടുക്കൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഇനി ഇറക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ ഇതിനകത്ത് കമ്പോസ്റ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഈ സുഷിരത്തിയുടെ വേരിറങ്ങിയിട്ട് വളമൊക്കെ വലിച്ചെടുത്തോളൂ. ഉണ്ടോ, ഓരോ പ്രാവശ്യം അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനും പിന്നെ ഈച്ചയൊന്നും വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.